കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു നസ്രിയയ്ക്കും ഫഹദിനും എന്തോ സംഭവിച്ചു എന്ന തരത്തിൽ തന്നെ വാർത്തകൾ പ്രചരിച്ചത്. സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവായിരുന്ന നസ്രിയ പോലും സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി കുറച്ചുകാലം നിന്നിരുന്നു. അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ഒന്നും ചെയ്യാതെ തന്നെ ഒരു ഗ്യാപ്പ് എടുക്കുകയാണ് എന്ന് ആരാധകരോട് പറഞ്ഞതിന് ശേഷം മാറി നിന്ന നസ്രിയയെപ്പറ്റി അന്ന് ഒരുപാട് വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങളും അഭിനയവും പ്രൊഡക്ഷനുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊരു ചർച്ചയിലും ചോദ്യത്തിനും നസ്രിയ മറുപടി നൽകിയിരിക്കുകയാണ്. അത്രയ്ക്ക് പ്രയാസമൊന്നുമില്ല. ഫഹദിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ആരും നോക്കിക്കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലെ പല കാര്യങ്ങളും എനിക്ക് സോർട്ട് ഔട്ടാണ്. അതിനെക്കുറിച്ച് എനിക്ക് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പ്രൊഡക്ഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഫഹദ് അഭിനയിക്കാത്ത സിനിമകളിലാണ് എങ്കിൽ അദ്ദേഹം കൂടി സഹായിക്കും. എന്നാൽ ഫഹദ് അഭിനയിക്കുന്ന സിനിമകളിലാണെങ്കിൽ ഫുൾ ടൈം ക്യാരക്ടറിൽ തന്നെയായിരിക്കും അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൽ നിന്ന് നമ്മൾ ആരും ബുദ്ധിമുട്ടിക്കാറില്ല, ഞാനും ബുദ്ധിമുട്ടിക്കാറില്ല. അങ്ങനെ ചില കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത്, അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല. ഫഹദിനെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വളരെ ലോ മൈൻഡഡ് ആയിട്ടുള്ളൊരു ആളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം എളുപ്പമാണ്. എന്നെ എങ്ങനെ നോക്കുന്നു എന്നാണ് നിങ്ങൾ ഫഹദിനോട് ചോദിക്കേണ്ടതെന്നാണ് നസ്രിയ പറയുന്നത്. ശരിക്കും അതാണ് പ്രയാസം. എന്നെ നോക്കാനാണ് പ്രയാസം. ഫഹദ് വളരെയധികം സിമ്പിളായൊരു മനുഷ്യനാണ്, പാവമാണ്. നിങ്ങൾ കരുതുന്നത് പോലെയൊന്നുമല്ല. ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ പലർക്കും തോന്നും അദ്ദേഹം എന്തൊക്കെ ഒളിപ്പിച്ച് നടക്കുന്ന നിഗൂഢതകളുള്ള മനുഷ്യനാണെന്ന്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. വളരെ സിമ്പിളായിട്ടൊരു മനുഷ്യൻ തന്നെയാണ്. അത് എടുത്തു പറയാൻ പറ്റുന്ന ആൾ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് എന്നെ എങ്ങനെ നോക്കുന്നു എന്ന് നിങ്ങൾ ഫഹദിനോടാണ് ചോദിക്കേണ്ടത്. അതാണ് കറക്റ്റ് രീതി എന്ന് നസ്രിയ തിരുത്തി പറയുന്നുണ്ട്. ഫഹദിനെ എവിടെയും താഴ്ത്തിക്കെട്ടാതെ അല്ലെങ്കിൽ ഫഹദിനെ എപ്പോഴും മുൻപന്തിയിൽ നിർത്താനും അത്രയും നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം എന്ന് പറയാനും എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നസ്രിയ. അത് മറ്റു ഭാര്യമാരേക്കാൾ ഉപരി എപ്പോഴും നസ്രിയ ശ്രദ്ധിക്കാറുണ്ട്. താരപത്നിയും രാജാവും തന്നെ ആയതുകൊണ്ട് പ്രേക്ഷകർ ഇവരെക്കുറിച്ച് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അത് മനസ്സിലാക്കി തന്നെയാണ് ഇരുവരും എപ്പോഴും സോഷ്യൽ മീഡിയയിലടക്കം നിൽക്കാറുള്ളത്. എപ്പോഴും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന പോലെ ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഇപ്പോഴിതാ പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. ആരാധകരുടെ പ്രീതി വളരെയധികം തന്നെ മനസ്സിലാക്കിയാണ് ഇപ്പോൾ പ്രേക്ഷകർ സംസാരിക്കുന്നത്. നസ്രിയോടും ഫഹദിനോടും വളരെയധികം ആഗ്രഹമാണ് പ്രേക്ഷകർക്ക് എപ്പോഴും പങ്കുവയ്ക്കാനും അതുപോലെ തന്നെ സംസാരിക്കാനുമുള്ളത്. അതിൽ നസ്രിയ എന്ന് പറയുന്നത് മലയാളികളുടെ ബാലതാരമായും അവതരണത്തിലൊക്കെ മുന്നേറിയ ഒരു താരമാണ്. ഒരു പ്രത്യേക ഇഷ്ടം അതുകൊണ്ട് തന്നെ നസ്രിയോട് എപ്പോഴും എല്ലാ കാലത്തും മലയാളികൾക്ക് ഉണ്ട്. അത് മലയാളികൾ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുമുണ്ട്. പക്ഷെ നസ്രിയ അതൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് എപ്പോഴും കാണുന്നത് എന്നുകൂടി പറയുന്നു. ഇപ്പോഴിതാ ഫഹദിനെക്കുറിച്ച് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടിയാണ് നസ്രിയ നൽകിയിരിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ ഇവർ സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ച് നാൾ മാറി നിന്നിരുന്നു. അതിനെ ചുറ്റിപ്പറ്റിയൊക്കെ ചോദ്യങ്ങളുണ്ടെങ്കിലും എല്ലാവർക്കും ഒരു ബ്രേക്ക് വേണമെന്ന് തോന്നില്ലേ, അതുതന്നെയായിരുന്നു എനിക്കും തോന്നിയതെന്ന് പറഞ്ഞ് നസ്രിയ അതിന് നല്ലൊരു മറുപടി നൽകി അങ്ങ് മാറുകയായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതലൊന്നും താരം പറഞ്ഞുമില്ല. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.